ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക കറിയാണ്. ഞാനിത് ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഒരു പാൻ ചൂടാക്കി അതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 മുറി തേങ്ങ ചിരിവേത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 3 ചെറിയ ഉള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങ നന്നായി വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിലോട്ട് 3 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ നന്നായിട്ട് കുറയ്ക്കുക, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാനൊരു 2 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എരിവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കളർ കൂടുതൽ വേണമെങ്കിൽ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ചൂടാറിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പുളിയാണ്. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. അപ്പോൾ പുളിപ്പിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ വലിപ്പം കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. പിന്നെ ഞാനൊരു മൺചട്ടി ചൂടാക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലോട്ടൊരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾക്ക് കറി ആയതിനു ശേഷം വറുത്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ താളിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫസ്റ്റ് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു 3 വറ്റൽ മുളക് ഇതിലോട്ട് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില 1 തണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് ചെറിയ ഉള്ളിയാണ് ആഡ് ചെയ്യുന്നത്. ഒരു 15 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതില്ലെങ്കിൽ സവോള ആഡ് ചെയ്യാം. ഇതൊന്ന് നടുകെന്ന് മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 15 വെണ്ടയ്ക്ക ഇതുപോലെ മുറിച്ച് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. വെണ്ടയ്ക്ക നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്ക്. ഇപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് 1 തക്കാളി ആഡ് ചെയ്യാം. ഇനി ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ വേണമെങ്കിൽ മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടക്കായും തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് പുളിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച പുളിവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്രയാണെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി.